അമ്മായിയമ്മ മരുമോൾ വിഷയം എപ്പോഴും നടക്കുന്ന ഒരു സംഘർഷാവസ്ഥയാണ്. അപ്പം അമ്മായിയമ്മ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവായി ഉൾക്കൊള്ളുന്നു. അങ്ങനെ പോസിറ്റീവായി ഉൾക്കൊള്ളുമ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രതികരണം അതെന്തായി മാറും? പോസിറ്റീവായി മാറും. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് പോസിറ്റീവായി മാറും. നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താ പോസിറ്റീവായി വരാത്തത്? നമ്മൾ പറയും അത് അവരുടെ ഇടപെടൽ അങ്ങനെ ആയതുകൊണ്ടല്ലേ, അവരങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ, അവരങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ. അതെല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്തകളാണ്. അപ്പോഴും നമ്മൾ പറയും ഇത് വെറും ചിന്തകളല്ല, നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ്. യെസ്, അങ്ങനെയുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു പോസിറ്റീവ് മനോഭാവത്തോടു കൂടി നമ്മളെ നിലനിർത്തുക എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. നമുക്ക് വേണ്ടി നമ്മളെ പോസിറ്റീവ് മനോഭാവത്തോടു കൂടി നമ്മൾ നിലനിർത്തണം. പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അമ്മായിയമ്മ വരുമ്പോൾ തർക്കങ്ങൾ അല്ലെ വഴക്കുകൾ, ഇതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കാറില്ല ആൾക്കാർ. പക്ഷെ ഇത് കാരണം നെഗറ്റീവ് ചിന്തകളുടെ ഒരു ട്രോമയിലേക്ക് തന്നെ ഈ കുട്ടികൾ കടന്നു പോകുന്നതായി കാണാറുണ്ട്. കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ള പെൺകുട്ടികൾ, മരുമകൾ കടന്നു പോകാറുണ്ട്. പിന്നീട് അത് പല രീതിയിലാണ് ഇവരെ ബാധിക്കുന്നത്. സമാധാനം നഷ്ടപ്പെടുന്നു, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ജോലിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ PSCയോ മറ്റോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവരുടെ ജീവിതം മാത്രമല്ല, കരിയർ മാത്രമല്ല, അവരുടെ ഓവറോൾ എനർജി തന്നെ നെഗറ്റീവായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ്, ചുറ്റുമുള്ള സാഹചര്യം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതാണെങ്കിലും മറ്റുള്ളവരുടെ ഇടപെടലുകൾ നമ്മളെ മോശമായി ബാധിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലെ വെളിച്ചം കെടുത്താതിരിക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ്.